നമസ്കാരം രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ചിക്കൻ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചിക്കൻ്റെ ഒരു ഫ്രൈ ആണ്. എല്ലാവരും കേട്ട് കാണും, പയ്യോളി ചിക്കൻ ഫ്രൈ. അപ്പോൾ ഈ ഒരു പയ്യോളി ചിക്കൻ ഫ്രൈയുടെ പ്രത്യേകത എന്ന് തന്നെ പറഞ്ഞു കഴിയുമ്പം ഇതിൽ നമ്മൾ ചിരകിയ തേങ്ങ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. നല്ല സംഭവം നല്ല കിടിലനാണ്. അപ്പോൾ എന്താ കുറച്ച് ഓയിലിൽ ഡീപ് ഫ്രൈ ചെയ്തിട്ടൊക്കെയാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഹെൽത്തിയാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇടയ്ക്ക് ഗസ്റ്റൊക്കെ വരുമ്പം ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. നല്ലൊരു ടേസ്റ്റാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മൾ ഇതിൽ ചേരുവകൾ ചേർക്കുന്നത് നിങ്ങൾക്ക് കാണാം. നമ്മൾ സാധാരണ ഫ്രൈ ചെയ്യും പോലെയല്ല, കുറച്ചൊരു വ്യത്യാസമാണ്. അത് തന്നെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിയുമ്പോൾ. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഏത് ചിക്കൻ്റെ ഇപ്പോൾ കറി ആയാലും അതുപോലെ ഫ്രൈ ആകുമ്പോഴും നമ്മളിപ്പോൾ ഇഞ്ചി പേസ്റ്റ് ആയാലും അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ടായാലും അതുപോലെ തന്നെ വെളുത്തുള്ളി ഉപയോഗിക്കും. പക്ഷേ ഈ ഒരു പയ്യോളി ചിക്കന് നമ്മൾ വെളുത്തുള്ളി ഉപയോഗിക്കുന്നേ ഇല്ല. അപ്പോൾ എന്തായാലും സംഭവം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഈ ഒരു ചിക്കൻ ഫ്രൈ, അതായത് പയ്യോളി ചിക്കൻ ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് വേഗം ഒന്ന് പോയി കണ്ടുവരാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 1/2 കിലോ ചിക്കനാണ്. അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പീസായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം ഇത് കഴുകുന്ന സമയത്ത് കഴുകിയതിന് ശേഷം ഞാൻ കുറച്ച് തൈര് ഒഴിച്ച് ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം അതും കഴുകി കളഞ്ഞാണ്. അതെന്താണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി സോഫ്റ്റ് ആവും ചിക്കൻ. അപ്പോൾ അത് എങ്ങനെ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. എന്നിട്ട് കുറച്ച് കഷ്ണങ്ങളിൽ ഇങ്ങനെ കത്തി വെച്ചൊന്ന് വരഞ്ഞു കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ അങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഈ ചിക്കൻ്റെ പീസ്. പിന്നെ വേണ്ടത് കാശ്മീരി ചില്ലിയാണ്. കാശ്മീരി ചില്ലി ഞാനൊരു 12 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിത് ഒന്ന് വെള്ളം തിളപ്പിച്ച് അതിലിട്ടൊന്ന് വേവിച്ച് പേസ്റ്റാക്കിയാണ് ഇതിന് എരിവിന് വേണ്ടി ചേർക്കുന്നത്. പിന്നെ പൊടികൾ എന്ന് പറയുമ്പം ഇത് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ മസാല വേണം. ഞാനിവിടെ 2 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ 1/4 ടീസ്പൂൺ ഗരം മസാല എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചിയുടെ പേസ്റ്റ് എടുക്കുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് വേണ്ടത് ചിരകിയ തേങ്ങയാണ്. അത് ഞാനൊരു 1/4 കപ്പാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂൺ വിനാഗിരി എടുത്തിട്ടുണ്ട്. വിനാഗിരിക്ക് പകരം നിങ്ങൾക്ക് നാരങ്ങ നീര് വേണമെങ്കിൽ എടുക്കാം. പിന്നെ കറിവേപ്പില വേണം. അതുപോലെ ആവശ്യമായിട്ടുള്ള ഉപ്പ്. പിന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയും വേണം. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മൾ വറ്റൽമുളക് ഉണ്ടല്ലോ, അതായത് കാശ്മീരി മുളക്. അപ്പോൾ അതൊന്ന് നമ്മൾ നന്നായിട്ട് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ അത് വെള്ളത്തിലിട്ടതിന് ശേഷം ഞാനത് വേവിച്ചെടുക്കാൻ പോവുകയാണ്. വെന്ത് കഴിഞ്ഞിട്ട് നമുക്കിത് ചില്ലി എടുത്ത് പേസ്റ്റാക്കി എടുക്കണം. അപ്പോൾ ഇതൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഇത് നന്നായിട്ട് തിളയൊക്കെ വന്നു. ഇപ്പം മുളക് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അരച്ചെടുക്കാൻ പാകത്തിനായുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യാണ്. എന്നിട്ട് ഒന്ന് കുറച്ചൊന്ന് അരയ്ക്കാനുള്ള ഒരു പാകത്തിനുള്ള ചൂടാവുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം മുളക്. അപ്പോൾ ഇനി നമുക്ക് മുളക് അരച്ചെടുക്കണം. അപ്പോൾ ആ വെള്ളത്തിൽ നിന്ന് മുളക് മാത്രം മാറ്റി ഞാൻ ഒന്ന് അരയ്ക്കാൻ വേണ്ടിയിട്ട് ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതൊന്ന് അരച്ചെടുക്കും. ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യണം. അതിന് വേണ്ടി നമ്മൾ പേസ്റ്റാക്കി വെച്ച കാശ്മീരി ചില്ലി ഉണ്ടല്ലോ, അതൊന്ന് കുറച്ചെടുത്ത് ചേർത്ത് കൊടുക്കാം. ഏതാണ്ട് ഒരു 2-2.5 ടേബിൾ സ്പൂണോളം വന്നിട്ടുണ്ട്. അപ്പോൾ അതായത് കുറച്ച് നമ്മൾ മാറ്റി വെക്കണം. തേങ്ങ ഉണ്ടല്ലോ അതിലേക്ക് ചേർക്കാൻ വേണ്ടി വെക്കണം. അപ്പോൾ ഇത്ര ഞാൻ എടുത്തു. ഇതിലോട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇതിലിട്ട് കൊടുക്കുന്നത്. ഇഞ്ചിയുടെ പേസ്റ്റ്, ചിക്കൻ മസാല, ഗരം മസാല, പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വിനാഗിരി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കനിൽ നന്നായിട്ട് നമ്മൾ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതെന്താ ഫ്രിഡ്ജിലോട്ട് വെക്കാൻ പോവാണ്. ഫ്രിഡ്ജിലോട്ട് വെച്ച് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് പുറത്തെടുക്കുന്നത്. ഒരു 1/2 മണിക്കൂറെങ്കിലും എന്തായാലും വെക്കണം. എത്ര സമയം വെക്കാൻ പറ്റുന്നോ അത്രയും നല്ലതാണ്. അപ്പോൾ എന്തായാലും ഞാനിത് ഫ്രിഡ്ജിലോട്ട് വെക്കാൻ പോവാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് തേങ്ങ ചിരകിയതുണ്ടല്ലോ അതിലോട്ടും ഈ മസാല ഒന്ന് തേച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കാശ്മീരി ചില്ലി പേസ്റ്റ് ഉണ്ടല്ലോ അത് ചേർക്കാം.
അതിൻ്റെ കൂടെ തന്നെ മഞ്ഞളും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമ്മൾ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുകയാണ്. ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കാം. ഇത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതും ഇവിടെ നിൽക്കട്ടെ. അപ്പോൾ നമ്മുടെ ഇനി ചിക്കൻ ഡീപ് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ ഞാൻ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ എടുത്തു. അത് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ചിക്കൻ്റെ പീസ് മുഴുവൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒരു ഭാഗമായി കഴിയുമ്പോൾ മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഒരു സൈഡ് ആവേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം നമുക്ക്. ഇപ്പം ചിക്കനൊക്കെ ഏതാണ്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി ഇതേ ഓയിലിലോട്ട് നമ്മൾ തേങ്ങ ഉണ്ടല്ലോ, തേങ്ങ ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പം ഞാൻ നേരത്തെ ഇതിൽ മുളകിടുന്നത് മാത്രമേ കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഉപ്പ് അതിന് ശേഷം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് എടുത്തില്ല വീഡിയോയിൽ. ഉപ്പ് കൂടി കുറച്ച് ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് ഈ ബാക്കി വരുന്ന വെളിച്ചെണ്ണയിലിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇത് അപ്പോൾ ഒന്ന് ക്രിസ്പി ആയിട്ട് വരണം. അതുവരെ നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇപ്പം തേങ്ങ ചിരകിയതൊക്കെ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാവണം. ഇപ്പം നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ചിക്കൻ ഉണ്ടല്ലോ, ഫ്രൈ ചെയ്ത ചിക്കന് കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യാണ്. ഇനി നമുക്ക് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. അങ്ങനെ പയോളി ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അതിൻ്റെ ഒരു മണം തന്നെ ഭയങ്കര ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു സ്മെല്ലാണ്. നിങ്ങൾ കണ്ടല്ലോ എന്തൊക്കെയാണ് നമ്മളതിൽ ചേർത്തിരിക്കുന്നത് എന്നുള്ള അതിൻ്റെ എല്ലാ പ്രത്യേകതയും ആ ഒരു ചിക്കൻ ഫ്രൈയിൽ കാണും. പിന്നെന്താ, അതിൽ നമ്മൾ തേങ്ങ എടുത്തിരിക്കുന്ന അത് മാത്രം തന്നെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. ചപ്പാത്തിയുടെ കൂടെയൊക്കെ റോൾ ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ, എന്താണ് നിങ്ങൾക്ക് പുതിയതായിട്ട് അതിലെന്തെങ്കിലും ചേർക്കണം തോന്നുന്നുണ്ടോ, അങ്ങനെ എല്ലാം എനിക്ക് കമൻസ് ആയിട്ട് അറിയിക്കാം. അപ്പോൾ നമുക്ക് അടുത്ത റെസിപ്പിയുമായി ഉടനെ തന്നെ കാണാം. ബൈ.